ഇന്നത്തെ റെസിപ്പി പഴവും അമൃതം പൊടിയൊക്കെ വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ടത് നല്ലോണം പഴുത്തിട്ടുള്ള പഴമാണ്. ഞാനിവിടെ 2 പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ പഴമൊക്കെയാണ് എടുക്കണതെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഏത് പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്കിതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ അമൃതം പൊടിയാണ്. ഞാനിവിടെ 1/4 കപ്പ് അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഒത്തിരി സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. 2-3 മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ അമൃതം പൊടിയൊക്കെ മൂത്ത നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടാവും. ഇതിവിടെ ആയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ നമ്മുടെ അമൃതം പൊടിയൊക്കെ കരിഞ്ഞു പോകും. നമുക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസ് റെഡിയാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി എടുത്തിട്ടുള്ള 1.5 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു പാലാണ് ഉപയോഗിക്കാറുള്ളത്. നമുക്ക് ഇതുപോലെ കവറിൽ കിട്ടുന്ന പാലില്ലേ, അതൊക്കെ പാസ്ചറൈസ്ഡ് മിൽക്കായിരിക്കും. നമുക്കത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എടുക്കുന്നത് വീടുകളിൽ നിന്നൊക്കെ വാങ്ങിക്കണ പാലില്ലേ, അങ്ങനെയാണെങ്കിൽ നല്ലോണം തിളപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടെടുക്കണേ. ഇനി നമ്മുടെ ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പഴമില്ലേ, അത് ചേർക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അമൃതം പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസിന് ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് കാഷ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് 5-6 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു വലിയ സ്പൂൺ ബൂസ്റ്റാണ് ചേർക്കുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. ബൂസ്റ്റൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതൽ നമുക്ക് ചേർക്കാം. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ബൂസ്റ്റിനും പഴത്തിനും ഒക്കെ മധുരം ഉണ്ടാവും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു ജ്യൂസിന് നല്ല കളർ കിട്ടാനായിട്ട് 3 ചെറിയ കഷ്ണം ബീട്രൂട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ള ബീട്രൂട്ട് ചേർക്കണതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. നമ്മൾ വേവിക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പച്ചച്ചൊവയൊക്കെ ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ജ്യൂസ്. ഇനി ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ നല്ല തണുപ്പ് വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാനും പിന്നെ കാണാനായിട്ട് നല്ലൊരു ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അമൃതം പൊടിയും പഴമൊക്കെ വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ്. തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്